blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സായി പ്രവർത്തിച്ച വ്യക്തികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ചേർന്ന് ബാംഗ്ലൂരിൽ നിന്നുള്ള ഷാജിക്കും ഷീലയ്ക്കുമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ 25th വെഡിങ് ആനിവേഴ്സറി നാളെയാണല്ലോ കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. നല്ല ആരോഗ്യത്തെ അങ്ങ് നൽകണമേ. വളരെ സന്തോഷകരമായൊരു വിവാഹ ജീവിതം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സിൽവർ ജൂബിലിയിൽ കർത്താവിൻ്റെ സകല അനുഗ്രഹങ്ങളും അവരുടെ മേൽ വന്ന് നിറയേണ്ടതിനായി ഇപ്പോൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. താങ്ക് യു ലോർഡ്. കുസുമഗിരിയിൽ നിന്നുള്ള ജിൻസി വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല വിലയ്ക്ക് അവരുടെ പ്രോപ്പർട്ടി വിൽക്കുവാൻ, വേഗത്തിൽ അതിൻ്റെ സെയിൽ നടക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കാനഡയിൽ നിന്നുള്ള നീതുവിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തനിക്ക് കാനഡയിൽ ആ ഒരു പെർമനൻ്റായുള്ളൊരു ജോലി നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും ദശലക്ഷങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവ് ഈ 3 പേർക്കുമായി പ്രാർത്ഥിച്ച് അങ്ങയുടെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Today, I'm going to speak on a very, very special subject. Life is a race. ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സംസാരിക്കാൻ പോകുന്നത്. ജീവിതം ഒരു മത്സരമാണ്. 1 Corinthians chapter 9. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. Verses 24 and 25. ഇതിന്റെ 24-25 വചനങ്ങൾ. In a race, all the runners take part in it, but only one of them wins the prize. Run then in such a way as to win the prize. Every athlete in training submits to strict discipline. He does so in order to be crowned with a wreath that will not last, but we do it for one that will last forever. 24-ാമത്തെ വചനം. ഓട്ടക്കളത്തിൽ ഓട്ടക്കാർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരാൾ മാത്രമേ സമ്മാനം നേടുന്നുള്ളൂ എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങളും സമ്മാനം നേടുവാൻ തക്കവണ്ണം ഓടുവിൻ. കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും കർശനമായ ആത്മനിയന്ത്രണം പാലിക്കുന്നു. വാടുന്ന കിരീടത്തിനു വേണ്ടിയാണ് അവർ അത് ചെയ്യുന്നത്. നാമോ വാടാത്ത കിരീടത്തിനു വേണ്ടിയും. Everybody say amen. എല്ലാവരും ചേർന്ന് ആമേൻ പറഞ്ഞാലോ? Now everybody say life is a race. എല്ലാവരും ഉറക്കെ പറയാമോ? ജീവിതം ഒരു മത്സരമാണ്. പറഞ്ഞാലും. And tell the same thing to the next person. Life is a race. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ടൊന്ന് പറഞ്ഞേ, ജീവിതം ഒരു മത്സരമാണ്. പറയേ, വേറൊരാളോട് പറയൂ. Hallelujah. We are living in a very, very busy world. നാം ജീവിക്കുന്ന വളരെ തിരക്കുള്ള ഒരു ലോകത്താണ്. In a fast-paced world, in a high-tech world, scientifically advanced world. അപ്പോൾ തന്നെ വളരെ വേഗതയുടെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്ന, ശാസ്ത്രപരമായി ചിന്തിച്ചാൽ വളരെയധികം വികാസങ്ങളുള്ള ഒരു ലോകത്ത്. But at the same time, nobody has time for anything. അപ്പോൾ തന്നെ ആളുകൾക്ക് ഇപ്പോൾ ഒന്നിനും സമയമില്ലാതിരിക്കുകയാണ്. Every day in the morning we wake up and hours are passing by just like that, and it is bedtime, we go to bed. Then the next day, first day, second day, third day, it is Saturday, then Sunday, Monday, Tuesday, that's all. എല്ലാ ദിവസവും രാവിലെ നാം എഴുന്നേൽക്കുന്നു, മണിക്കൂറുകൾ നോക്കി നിൽക്കെ തന്നെ കടന്നു പോവുകയാണ്. രാത്രിയാകുന്നു, ഉറങ്ങാൻ കിടക്കുന്നു, പിറ്റേ ദിവസം വെളുക്കുന്നു, ദിവസങ്ങൾ പോകുന്നു, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം, ആഴ്ചകൾ കടന്നു പോകുന്നു, മാസങ്ങൾ കടന്നു പോകുന്നു. In schools we learn a lot of things. സ്കൂളിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. But studies show that 80% of the things that we learn in our schools and universities never help for a life.
എന്നാൽ പഠനങ്ങൾ തെളിയിക്കുന്നത് സ്കൂളിലോ യൂണിവേഴ്സിറ്റിയിലോ നാം പഠിച്ചിട്ടുള്ള 80% കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് പ്രായോഗികമായി ഉപയോഗിക്കുവാൻ കഴിവുള്ളതല്ല. We never use 80% of the things that we learn in schools in our life. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ച 80% കാര്യങ്ങൾ നാം പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിക്കുന്നില്ല. We learn it just to write the exams and score good marks. അത് പരീക്ഷ എഴുതുവാൻ വേണ്ടിയിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടും മാത്രമാണ് നാം പഠിക്കുന്നത്. So let me tell you, we need two kinds of education. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, 2 തരത്തിലുള്ള വിദ്യാഭ്യാസം നമുക്ക് ആവശ്യമുണ്ട്. One is the education that teaches us how to make a living. ഒന്നാമത്തെ വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസമാണ്. We receive such education from schools and professional training programs. അത്തരം വിദ്യാഭ്യാസം സ്കൂളുകളിൽ നിന്നും അതുപോലെ തന്നെ പ്രൊഫഷണൽ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ നിന്നും നാം കരസ്ഥമാക്കുകയാണ്. But we need a second kind of education also. എന്നാൽ അപ്പോൾ തന്നെ രണ്ടാമത്തെ തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസവും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. Education that will teach us how to live on earth. ആ വിദ്യാഭ്യാസം എന്നുള്ളത് ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. And we rarely receive such education from the present systems. ഇന്നത്തെ ആനുകാലിക വ്യവസ്ഥ അനുസരിച്ചിട്ട് ഇത്തരം ഒരു പഠിപ്പിക്കൽ നമുക്കിന്ന് വളരെ കുറവാണ്. And we can learn to live. Let me tell you, we can learn to live a proper life only through good examples. നമ്മുടെ ജീവിതത്തിൽ നല്ല മാതൃകകളിലൂടെയുള്ള നല്ലൊരു ജീവിതത്തെ നാം പഠിച്ചെടുക്കേണ്ടതായ ആവശ്യകതയുണ്ട്. നല്ല മാതൃകാപരമായി ജീവിക്കുന്ന വ്യക്തികളിൽ നിന്ന് മാത്രമേ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. You got the point. നിങ്ങൾക്ക് പോയിന്റ് പിടികിട്ടി കാണും. So when we see a person living a very good life, we can follow that person, we can imitate that. ഒരു വ്യക്തി നല്ല രീതിയിൽ ജീവിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ അനുഗമിക്കാനായി സാധിക്കും. But let me show the best example. എന്നാൽ ഏറ്റവും നല്ല ഒരു ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. The best example of human life is found in Jesus Christ. ഏറ്റവും നല്ല മനുഷ്യന് നൽകാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കുന്ന യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെയാണ്. Amen. ആമേൻ. So if you want to live a very very good example, just look at Jesus. നിങ്ങൾ ഒരു നല്ല ജീവിതം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് യേശുവിനെ നോക്കുക. In this world, especially in Bangalore, people are very very professionally minded. ഇന്ന് ലോകത്തിൽ പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ ജനങ്ങളെല്ലാം തന്നെ വളരെ പ്രൊഫഷണലി മൈൻഡഡ് ആയിട്ടുള്ള We ആളുകളാണ്. are living in a competitive world. എന്ന് മാത്രമല്ല നാം ഇന്ന് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മത്സര രംഗത്താണ് ജീവിക്കുന്നത്. So in this busy life, so many things, especially professional things, career things, business things, financial things are engrossed into our lives, and what happens is we sacrifice our spiritual life. ഇത്തരം തിരക്കുള്ള ജീവിതത്തിനിടയിൽ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ജോലി സംബന്ധമായിട്ടുള്ള അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ഏറ്റുമുട്ടുമ്പോൾ പലപ്പോഴും നാം ചെയ്യുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തെ നാം ത്യജിക്കുകയാണ് ചെയ്യുന്നത്. We neglect our prayer life. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നാം മാറ്റിവെക്കുന്നു. We neglect reading the Bible, studying the Bible. ബൈബിൾ വായിക്കുന്നതും ബൈബിൾ പഠിക്കുന്നതും നാം മാറ്റിവെക്കുന്നു. We neglect going to prayer fellowships. പ്രാർത്ഥനാ മീറ്റിംഗുകളിൽ പോകുന്നത് നാം ഒഴിവാക്കുന്നു. Sometimes we neglect even our health. ചില സമയങ്ങളിൽ നമ്മുടെ ആരോഗ്യത്തെ പോലും നമ്മൾ അവഗണിക്കുന്നു. Sometimes we neglect our families. നമ്മുടെ കുടുംബത്തെ പോലും ചില സമയങ്ങളിൽ നാം അവഗണിക്കുന്നു. Even our social responsibilities. എന്ന് മാത്രമല്ല സാമൂഹികമായ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ പോലും നാം ചില സമയത്ത് അവഗണിക്കുകയാണ്. Now listen to me. ദയവായി എന്നെ ശ്രദ്ധിച്ചാലും Many parents, they wake up early in the morning. ഒത്തിരി മാതാപിതാക്കളും അതിരാവിലെ എഴുന്നേൽക്കുന്നവരാണ്. They catch the cab, they catch the metro, they catch the train, they catch some vehicle and rush to their office. അവരുടെ ക്യാബ് അവരെ പിടിക്കാനുണ്ട്, അല്ലെങ്കിൽ മെട്രോ പിടിക്കാനുണ്ട്, ട്രെയിൻ പിടിക്കാനുണ്ട്. അവരുടെ ജോലി സ്ഥലത്തേക്ക് അവർ വളരെ വേഗം പാഞ്ഞു പോവുകയാണ്. Leave the house while the children are still sleeping. കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ വീട് അവർ വിട്ടുപോവുകയാണ്. And sometimes they come back home very late.
already the children have gone to bed. ചില സമയങ്ങളിൽ അവർ തിരിച്ചു വരുമ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കാണും. ആ സമയത്താണ് തിരിച്ചു വരുന്നത്. After 20 years, 20 വർഷത്തിന് ശേഷം, listen to this, after 20 years, the children will have gone from homes. 20 വർഷത്തിന് ശേഷം കുഞ്ഞുങ്ങൾ വീടുകളിൽ നിന്ന് പറന്നു പോകുന്ന സമയമായി. What time do they get to invest into the next generation? ആ സമയത്ത് ഈ അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കാനായി സാധിച്ചിട്ടുണ്ട്? This is a danger of the present generation. ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ അപകടകരമായ വസ്തുതയാണിത്. So listen to me, all fathers and mothers. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കളും ദയവായി We ശ്രദ്ധിച്ചാലും, have to take deliberate steps to train and discipline and invest into our children's lives. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് ചിലത് ഇൻവെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി നാം മനഃപൂർവ്വമായി അവരെ പരിശീലിപ്പിക്കുന്ന, അവരെ നടത്തുവാനുള്ള സ്റ്റെപ്പുകൾ നാം എടുത്തു വെക്കണം. Parents are so much immersed into the worldly systems. കാരണം മാതാപിതാക്കൾ ഈ ലോകത്തിന്റെ വ്യവസ്ഥയിൽ വളരെയധികം മുഴുകി കിടക്കുകയാണ്. Listen to this. ദയവായി ശ്രദ്ധിച്ചാലും, A ship is floating in the water. ഓർക്കുക, ഒരു കപ്പൽ ഒരു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. Without water, the ship cannot move ahead. വെള്ളമില്ലാതെ ഒരു കപ്പലിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. But if the water gets into the ship, എന്നാൽ ഈ വെള്ളം കപ്പലിനകത്ത് കയറിയാൽ the ship faces problems. ആ കപ്പൽ വളരെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. In the same way, അതുപോലെ തന്നെ we are in this world. നമ്മൾ ഈ ലോകത്തിലാണ്. We need the world to live on. ജീവിക്കുവാൻ വേണ്ടി ഈ ലോകം നമുക്ക് ആവശ്യമാണ്. The world should not enter our lives. എന്നാൽ ഈ ലോകം നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കയറിക്കൂടരുത്. All take your hands like this എല്ലാവരും കൈകൾ ഇതുപോലെ എടുത്തു പിടിച്ചാലും and show like this. It should float on the water. The ship should float on the water. എന്നിട്ട് ഇതുപോലെ ആട്ടിക്കൊണ്ടെന്ന് പറഞ്ഞ് ഇത് വെള്ളത്തിൽ ഒഴുകി നടക്കണം. പറഞ്ഞേ, വെള്ളത്തിൽ ഒഴുകി നീങ്ങണം. Water should not get in the ship. വെള്ളം കപ്പലിനകത്ത് കയറിക്കൂടാ. Hallelujah. ഹല്ലേലൂയ. That's the way we should live in this world. ആ വിധത്തിലായിരിക്കണം ഈ ലോകത്തിൽ നാം ജീവിക്കണം. That is why Jesus said, I have chosen you out of the world. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. But I have appointed you in the world. പക്ഷേ ഞാൻ നിങ്ങളെ ലോകത്തിൽ തന്നെ നിയമിച്ചുമിരിക്കുന്നു. But you should not love the world. പക്ഷേ നിങ്ങൾ ഈ ലോകത്തെ സ്നേഹിക്കുന്നവരാകരുത്. Because love for the world is enmity to God. കാരണം ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. Somebody shout a hallelujah. കൈകൾ ഉയർത്തിക്കൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞാലും. Hallelujah. ഹല്ലേലൂയ. One more better hallelujah. അല്പം കൂടെ ശബ്ദമുയർത്തി Let us clap for the Lord. കൈകൾ അടിച്ചുകൊണ്ട് കർത്താവിനൊരു ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. What I'm trying to say is, life is a race in this competitive world and we have to live it very, very carefully. ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്. ഈ മത്സര ലോകത്തിൽ ജീവിതം എന്നുള്ളത് ഒരു മത്സരം തന്നെയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാലുക്കളായി ആ ജീവിതത്തെ നാം കൈകാര്യം ചെയ്യണം. Never give all your life just for livelihood. ഒരിക്കലും ഉപജീവനത്തിന് വേണ്ടി മാത്രം നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഉപയോഗിക്കരുത്. Set apart time for God. ദൈവത്തിന് വേണ്ടി സമയം വേർതിരിക്കുക. Set apart time for family. കുടുംബത്തിന് വേണ്ടി സമയം വേർതിരിക്കുക. Set apart time for your children. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി സമയത്തെ വേർതിരിക്കുക. Set apart time to go to church. സഭയിൽ കടന്നു പോകുവാൻ വേണ്ടി, പള്ളിയിൽ പോകുവാനായി സമയം വേർതിരിക്കുക. Hallelujah. ഹല്ലേലൂയ. Somehow you have to reorganize your life so that you can give priorities to each thing. ഓർക്കുക, ഏത് വിധേനയും നിങ്ങളുടെ ജീവിതത്തെ ക്രമീകൃതമാക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മുൻഗണന കൊടുക്കേണ്ടതിടത്തെല്ലാം മുൻഗണന കൊടുക്കുവാൻ സാധിക്കും. Brother, my present job is so hectic. I have to travel a lot. I have to do this. I have to do that. What shall I do? ബ്രദറെ, എൻ്റെ ഇപ്പോഴത്തെ ജോലി എന്നുള്ളത് വളരെ തിരക്ക് പിടിച്ച ജോലിയാണ്. എനിക്ക് അങ്ങോട്ട് യാത്ര ചെയ്യണം, ഇത് ചെയ്യണം, ആ തിരക്കുണ്ട്. ഇത് ബ്രദർ പറയുന്ന പോലെ നടക്കുമോ? I don't know any other job. എനിക്ക് മറ്റൊരു ജോലി ഒട്ട് അറിയാനും പാടില്ല. What shall I do? ഞാൻ എന്ത് ചെയ്യും? My answer. എൻ്റെ ഉത്തരം, Listen to this with both ears. നിങ്ങളുടെ രണ്ട് ചെവി കൊണ്ടും ഇത് കേൾക്കുക. Our God is a big God.
നമ്മുടെ ദൈവം എന്നുള്ളത് അല്പം വലിയൊരു ദൈവമാണ്. And the world is so vast. എന്ന് മാത്രമല്ല ലോകം വിശാലവുമാണ്. God can do any number of opportunities for you. നിങ്ങൾക്ക് വേണ്ടി വളരെയധികം അവസരങ്ങൾ നൽകുവാൻ കർത്താവിന് സാധിക്കും. Why am I serving the Lord today? എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് കർത്താവിനെ സേവിക്കുന്നത്? I was also a professional. I was a teacher. I did many things. ഞാനും ഒരു ജോലിക്കാരനായിരുന്നു. ബേസിക്കലി ഞാൻ ഒരു അധ്യാപകനായിരുന്നു. ഞാൻ പല ജോലികളും ചെയ്തിട്ടുണ്ട്. But I did choose wisely. എന്നാൽ ഞാൻ ബുദ്ധിപരമായ കാര്യത്തെ തിരഞ്ഞെടുത്തു. Hallelujah. ഹല്ലേലൂയ. I prayed to the Lord. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. Lord, I have only one life in this world. കർത്താവേ, ഈ ലോകത്തിൽ എനിക്കൊരു ജീവിതമേ ഉള്ളൂ. And I want to live it for you. അത് ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ Whatever ആഗ്രഹിക്കുന്നു. you say, I will obey. എന്താണോ നീ എന്നോട് പറയുന്നത് ഞാൻ അത് But I അനുസരിക്കും. don't want to waste my life here. എന്നാൽ എന്റെ ജീവിതം ഇവിടെ നശിപ്പിച്ചു കളയാൻ ഞാൻ തയ്യാറല്ല. If I had a second chance, I would neglect this one. കർത്താവേ, എനിക്കൊരു രണ്ടാം അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഈ കാര്യത്തെ ഞാൻ അവഗണിച്ചേനെ. But I have only one chance on this planet Earth. എന്നാൽ ഈ ലോകത്തിൽ എനിക്ക് ഒരേ ഒരു അവസരം മാത്രമേ ഉള്ളൂ. Hallelujah. ഹല്ലേലൂയ. So the Lord started reorganizing my life. അങ്ങനെ വന്നപ്പോൾ ദൈവം എന്റെ ജീവിതത്തെ രണ്ടാമതായി പണിയുവാനായി തുടങ്ങി. And I believe this for you. ഇത് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇത് ചെയ്യാൻ പോകുകയാണ്. If you have no time for anything, നിങ്ങൾക്ക് ഒന്നിനും സമയമില്ലെങ്കിൽ pray. പ്രാർത്ഥിക്കുക. Because God has His time bank. കാരണം ദൈവത്തിന്റെ കയ്യിൽ സമയമുണ്ട്. Hallelujah. ഹല്ലേലൂയ. He can make changes in your life. അവൻ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. He can make changes in your profession, career and job. നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ജോലി രംഗങ്ങളിൽ, പ്രൊഫഷനിൽ അതിൻ്റെതായ വ്യത്യാസങ്ങൾ അവൻ നൽകും. Hallelujah. ഹല്ലേലൂയ. വിവാഹം കഴിഞ്ഞിട്ട് 16 വർഷത്തോളമായി 16 വർഷത്തോളമായി ഇവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒത്തിരി ഡോക്ടർമാർ ഇവരെ കണ്ടു. ഒത്തിരി വർഷങ്ങളോളം ഇവർ മരുന്ന് കഴിച്ചു. പല സ്കാനിങ്ങൾ നടത്തിയപ്പോൾ ഡോക്ടർമാർ കണ്ടെത്തിയത് ഈ സഹോദരിക്ക് ഒരു 13 വയസ്സുള്ള പെൺകുട്ടിയുടെ ഗർഭപാത്രമേ തനിക്കുണ്ടായിരുന്നു. യൂട്രസ് 13 വയസ്സുള്ള അത്രയും ചെറുതായിരുന്നു. അതുകൊണ്ട് ഡോക്ടർമാർ ഒത്തിരി പല ആശുപത്രികളിൽ ചെല്ലുമ്പോഴത്തേനും ഇവർ ഒത്തിരി മരുന്നുകൾ കഴിച്ചിട്ടുണ്ട്. 5000-7000 രൂപയുടെ ഇഞ്ചക്ഷനുകൾ. ഇവർക്ക് പൈസ ഇല്ലാത്ത ആളുകളാണ്, പാവപ്പെട്ട ആളുകളാണ്. അപ്പം അങ്ങനെ മറ്റുള്ളവരുടെ സഹായത്താൽ മറ്റു പല സന്നദ്ധ ആളുകൾ കൊടുത്ത പൈസ കൊണ്ട് 5000-7000 ഇഞ്ചക്ഷനും മരുന്നുകളും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. കുറച്ച് നല്ല ഡോക്ടർമാരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞതായിരുന്നു 13 വയസ്സുള്ള പെൺകുട്ടിയുടെ യൂട്രസ് ആണ്. 2 ഡോക്ടർമാർ ഒരേപോലെ പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു ഇനി മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല, മരുന്ന് കഴിച്ചാലും ട്രീറ്റ്മെൻറ്റ് നടത്തിയാലും നിങ്ങൾക്ക് സ്വാഭാവികമായി കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്ന് ഡോക്ടർമാർ ഉറപ്പിച്ചു പറഞ്ഞു. ഡോക്ടേഴ്സ് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. മെഡിക്കലി അവർ പഠിച്ചു നോക്കിയപ്പോൾ മെഡിക്കൽ ശാസ്ത്രം അനുസരിച്ച് കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള സാധ്യത 0. അതുകൊണ്ട് ഇനി മരുന്ന് കഴിച്ച് പൈസ കളയണ്ട അങ്ങനെ പറഞ്ഞു. ഇവർ ചെയ്തത് നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം സ്ഥിരമായി കാണുന്ന വ്യക്തികളാണ്. ഡാമിയൻ പ്രാർത്ഥിക്കുന്ന സമയത്ത്, സിസ്റ്റർ പ്രാർത്ഥിക്കുന്ന സമയത്ത് കുട്ടികളില്ലാത്ത ആളുകൾ കുട്ടികളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ സഹോദരി പറയുന്ന താൻ വയറ്റിലേക്ക് കൈയെടുത്ത് വെച്ച് എന്നും പതിവായി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, താൻ വയറിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് താൻ പറയുന്നത് തൻ്റെ തല മുതൽ ആ കാലുവരെ ഭയങ്കരമായൊരു ശക്തി ഇറങ്ങുന്നത് പോലെ താൻ അനുഭവിക്കുവാനിടയായി തീർന്നു. എത്ര നാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കാണും ഈ TV പ്രോഗ്രാം കണ്ട്? ഇങ്ങനെ എത്ര നാള്? ഒത്തിരി നാള് പ്രാർത്ഥിച്ചു. മടുപ്പ് വന്നില്ലേ? ഇല്ല, ഒരിക്കലും ശ്രദ്ധിച്ചായിരുന്നോ? ചില സമയത്ത് കുറേ നാള് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് മടുപ്പ് വന്നിട്ട് നമ്മൾ പറയും ഇനി ദൈവവുമില്ല നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ, അതുകൊണ്ട് ഞാൻ നിർത്തി. പക്ഷേ ഈ സഹോദരി ചെയ്തത് മടുത്തു പോകാതെ തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും അനുഭവം ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഒരു ദിവസം ഒരു അനുഭവം ഉണ്ടായി. ആ അനുഭവം ഒന്ന് സ്വന്തം വാക്കുകളിലൊന്ന് പറഞ്ഞേ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ്, അപ്പോൾ ഞാൻ അങ്ങനെ ഉദരത്തിൽ കൈവച്ചിട്ടുണ്ട്. കർത്താവേ, നീ തന്ന ഗർഭപാത്രം വലുതാക്കുവാനും ചെറുതാക്കുവാനും നിനക്ക് അവിടുന്ന് കഴിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ ശിരസ് മുതലുള്ള അങ്കാൽ വരെ ഒരു ഭയങ്കരമായൊരു വിറയലും ഒരു അത്ഭുതമായ. വീട്ടിൽ വെച്ചാണോ സംഭവം? നമ്മുടെ വീട്ടിൽ വെച്ച് ഭയങ്കരമായൊരു വിറയലും മൊത്തത്തിലൊരു പെരുപ്പ് പോലെ കാലും പെരുവെള്ള
എങ്ങനെ എനിക്കുണ്ടായി. പിന്നെ ഡോക്ടർമാരെ കണ്ടപ്പോൾ ഇവർ വേറെ ഡോക്ടേഴ്സിന് ഈ പ്രാർത്ഥനകൾക്ക് ശേഷം വേറെ ഡോക്ടേഴ്സിനെ കാണാൻ പോയി. ഒത്തിരി ഇവർ പറഞ്ഞ നീണ്ട വർഷങ്ങളോളം ഡോക്ടർമാർ പറഞ്ഞത് കേട്ട് ഇവർ മരുന്നൊന്നും കഴിച്ചില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഈ പ്രാർത്ഥനകൾക്കൊക്കെ ശേഷം ഇവർ പിന്നീട് ഒരു വിശ്വാസം വന്നിട്ട് എല്ലാം മടുത്തു പോയായിരുന്നു. വിശ്വാസം വന്നിട്ട് ഡോക്ടർമാരെ കാണാൻ ചെന്നു. ഡോക്ടർമാരെ കാണാൻ പോയ വഴിക്ക് ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന പഴയ സ്കാനിങ്ങിൻ്റെ എല്ലാ റിപ്പോർട്ടുകളും എല്ലാം നഷ്ടപ്പെട്ടു പോയി. അത് സഹോദരൻ, അതും ഒരു ദൈവത്തിന്റെ ഒരു പ്രവർത്തനമായിട്ടാണ് താൻ വിശ്വസിക്കുന്നതെന്ന് പറയുന്നത്. പഴയ ചരിത്രമൊക്കെ കീറിക്കളയണം, എങ്കിൽ മാത്രമേ ഒരു പുതിയ ചരിത്രം തുടങ്ങുള്ളൂ. ഓക്കെ, അങ്ങനെ താൻ കണ്ടു. ഡോക്ടർമാരെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർമാർ പറയാണ് തനിക്ക് യാതൊരു കുഴപ്പമില്ല, തൻ്റെ യൂട്രസിന് സാധാരണ ഒരു വലിപ്പമാണുള്ളത്, അതുകൊണ്ട് കുഞ്ഞുണ്ടാകുന്നതിന് വേണ്ടി ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം തനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺകുഞ്ഞ് ദൈവം കൊടുത്തു. 400 ഉണ്ടായ സമയത്ത് 400 ഉണ്ടായിരുന്നു. 13 വയസ്സുകാരിയുടെ ഗർഭപാത്രം എന്ന് പറഞ്ഞിട്ട് 400 കുഞ്ഞിനെ പ്രസവിച്ചു. ഇപ്പോൾ കുഞ്ഞിന് 1 വയസ്സ് പ്രായമുണ്ട്. 1 വയസ്സ് പൂർത്തിയായി. ഫെബ്രുവരി 17 1 വയസ്സ് പൂർത്തി. 17 കുഞ്ഞുണ്ടായത്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിനുശേഷം താഴേക്ക് വായിക്കുമ്പോൾ ആഴത്തിൻ്റെ മേൽ ഇരുളുണ്ടായിരുന്നു. പിന്നെ പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ആ വചനം എല്ലാവരും ഒന്ന് പറയാമോ? ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷമാണ് ശക്തിയേറിയ സൃഷ്ടിപ്പുകൾ, കാര്യങ്ങൾ, അത്ഭുതങ്ങൾ നടക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. വെളിച്ചം വരുന്നു, വെള്ളം സൃഷ്ടിക്കപ്പെടുന്നു, ജീവജാലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇതെല്ലാം സംഭവിക്കുന്നതിന് ശേഷമാണ്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? എല്ലാവരും പറഞ്ഞ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുമ്പോൾ. വലത്തെ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നു. കർത്താവേ, ഈ സഹോദരിയുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോൾ അസാധ്യമെന്ന് പറഞ്ഞത് കർത്താവ് സാധ്യമാക്കി തീർത്തെങ്കിൽ, ഓ മൈ ഗാഡ്, ഈ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുന്നുണ്ട്. കൈകൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചു. ചില ശരീരങ്ങളിൽ ഈ സഹോദരിക്കുണ്ടായതുപോലെ തന്നെ ഒരു ശക്തിയേറിയ ആത്മാവിൻ്റെ പരിവർത്തനം ഉണ്ടാവുന്നുണ്ട്. കൈവിരലുകളിലൂടെ താഴേക്ക് ശരീരം മുഴുവൻ, സ്കെലിറ്റൽ സിസ്റ്റം മുഴുവൻ. താങ്ക് യു ജീസസ്. ശക്തിയേറിയ ആത്മാവിൻ്റെ പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വീകരിക്കാമോ? വിശ്വാസത്തോടെ സ്വീകരിക്കാമോ? കുഞ്ഞുങ്ങളില്ലാതെ വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ വിശ്വസിക്കുക. രോഗികളായി വന്നിട്ടുള്ളവർ വിശ്വസിക്കുക. ഇന്നൊരത്ഭുതം, നാളെയല്ല, ഇന്ന് ആ ശരീരങ്ങളിൽ, കുടുംബങ്ങളിൽ, സാമ്പത്തികത്തിൽ, ദാമ്പത്യ ജീവിതത്തിലൊക്കെ കർത്താവേ അങ്ങ് പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ മിറക്കിൾ സംഭവിച്ചതിനായി നന്ദി പറയുന്നു. കൈകളടിച്ച് യേശുവിന് നന്ദി പറയാം. നമുക്കെല്ലാം ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും വ്യക്തിപരമായി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിലർ അകത്തിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവവചനം കൂടുതൽ പഠിക്കണം, എനിക്ക് കൂടുതൽ മനസ്സിലാക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പലരുടെയും പ്രാർത്ഥന കർത്താവ് കേട്ടിട്ടുണ്ട്. ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ ഒരു വലിയ കൃപ കർത്താവ് നൽകാൻ പോവുകയാണ്. കർത്താവെ, ആ കൃപ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ ചില രോഗങ്ങളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്ന ഒന്ന് ഷുഗർ പ്രോബ്ലം, ഡയബറ്റീസ്, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ജീസസ് നെയിം. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. കോൺസ്റ്റിപ്പേഷൻ നിമിത്തം ഇല്ലാതെ പ്രയാസപ്പെടുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ആ ബുദ്ധിമുട്ട് മാറിപ്പോകട്ടെ. ഹോർമോണിൻ്റെ തകരാറുകൾ നിമിത്തമുള്ള പ്രയാസങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. ജോയിൻറ്റുകളിലുള്ള വേദനകൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ കാതിൽ നിന്നും പഴുപ്പും വെള്ളമൊക്കെ പൊട്ടി ഒഴുകുന്ന ചില വ്യക്തികൾ പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരട്ടെ. മാരകമായ ചില രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ. വയറിനകത്ത്, യൂട്രസിനകത്തുള്ള ഫൈബ്രോയിഡുകൾ
അതുപോലെ വയറിനകത്ത് ചില ഭാഗങ്ങളിലുള്ള സിസ്റ്റുകൾ, ഓവറിയിലുള്ള തകരാറുകൾ സൗഖ്യമാകട്ടെ. കിഡ്നികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കിഡ്നികളോടനുബന്ധിച്ച് എന്ത് പ്രയാസമാണെങ്കിലും പൂർണ്ണമായ സൗഖ്യം ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. മക്കളില്ലാത്തവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർ, നിങ്ങൾ അടുത്തടുത്തുണ്ടെങ്കിൽ കൈകളെ കോർത്ത് പിടിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അവരിപ്പോൾ അങ്ങ് തൊടണമേ. അദൃശ്യമായ ഞങ്ങളുടെ കര അവരെ തൊട്ട് അവർക്ക് പൈതങ്ങളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ അകലെയാണെങ്കിലും കർത്താവെ, അവരിപ്പോൾ ഒരുമിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം കർത്താവെ അവർക്ക് പൈതങ്ങളെ കൊടുക്കണമേ. താങ്ക് യു ലോർഡ്. ഇനി ഈ സമയത്ത് ഞാൻ പറയാത്തതാണ് നിങ്ങളുടെ വിഷയങ്ങളെങ്കിൽ, ഞാൻ ഇതുവരെ പറയാത്ത മറ്റൊന്നാണെങ്കിൽ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ കർത്താവ് നീ ഓരോരുത്തർക്കും നൽകുന്നതിനാൽ നന്ദി. താങ്ക് യു ജീസസ്. ബൈ ഫെയ്ത്ത് വി റിസീവ് ദം. താങ്ക് യു ലോർഡ്. ഇൻ ജീസസ് നെയിം ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ ആഴ്ചയിലുടനീളം ഞായറാഴ്ച വരെ കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ പ്രത്യേകമായ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുകയാണ്. നിങ്ങൾ തീർച്ചയായും വന്ന് അനുഗ്രഹം പ്രാപിക്കണം. കർത്താവ് ധാരാളമായി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ, എൻ്റെ പ്രാർത്ഥനാ ഡയറി, ആശിഷുമാരി, വിന്നേഴ്സ് ഫാക്ടറി തുടങ്ങിയുള്ള പല പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. വെബ്സൈറ്റ് സന്ദർശിക്കുക. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.